കഴിഞ്ഞ തവണ 7 കൗൺസിലർമാരെ മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. 22 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തും വളരെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിന് 3ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുള്ള നിരവധി വാർഡുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാർഡുകളിലെല്ലാം BJP കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയും ആ വാർഡുകളെല്ലാം തന്നെ വിജയിപ്പിച്ചെടുക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെയാണ് BJP ഇത്തവണ ഇലക്ഷൻ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് ഇലക്ഷൻ വർക്ക് ഒരു 5 മാസങ്ങൾക്ക് മുൻപേ തന്നെ BJP നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോഴടക്കം മറ്റ് പാർട്ടികളിലെല്ലാം വളരെ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ലാത്ത തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക നിരത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളുടെ വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. മറ്റു പല ഭാഗങ്ങളിൽ നമുക്കറിയാം പലതരത്തിലുള്ള ആശങ്കകളും ഉത്ഭവിക്കുകയും ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിക്കടക്കം വോട്ടില്ല എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം ഹോംവർക്കുകൾ മറ്റു പാർട്ടികൾ നടത്തി എന്നുള്ളത് കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വാർഡുകൾ നിലനിർത്തിക്കൊണ്ട് ഭരണത്തേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, BJPയെ സംബന്ധിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് എന്നാണ് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ കോർപ്പറേഷൻ അഴിമതിക്കെതിരെ ജനങ്ങൾക്ക് ജനവികാരമുണ്ട്. അപ്പോൾ സാധാരണ നിലയ്ക്ക് അതിൻ്റെ ഒരു ആളുകളുടെ ഒരു ചോയ്സ് ആയിട്ട് UDF വരുമെന്ന് അവർ വിചാരിക്കുന്നു. അതിനെല്ലാം അപ്പുറം UDFും വേണ്ട, BJPയെ തെരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ മനുഷ്യർ തീരുമാനിക്കും എന്നതിന് നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണ്? എവിടുത്തെ BJPയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ BJP മുന്നോട്ട് എന്ത് പൊളിറ്റിക്സ് കണ്ടിട്ടാണ്, ഏത് വികസന മോഡൽ കണ്ടിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം? കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസന രേഖ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമുള്ളതായിരുന്നു. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കേന്ദ്രത്തിന്റെ അമൃത് പ്രോജക്റ്റിലൂടെ നമ്മുടെ ഡ്രെയിനേജുകളും പാർക്കുകളും നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് തുടങ്ങി നഗരത്തിൽ ഏത് പ്രവർത്തനങ്ങളും എടുത്തു കാണിക്കുന്ന സമയത്ത് അതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. സ്വന്തമായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ വീട് നിർമ്മിച്ച് കൊടുക്കാൻ പോലും മുൻകൈ എടുക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് നിരവധി ആളുകളുടെ പട്ടിക എന്നും നമ്മുടെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടികയിലുള്ള ഒരാൾക്കെങ്കിലും വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നതും. അതുകൊണ്ട് ഇവിടെ കേന്ദ്രത്തിന്റെ വികസനം തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് BJP ഓരോരുത്തരുടെയും അടുത്ത് വികസനത്തിന്റെ കാഴ്ചപ്പാട് മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതും. അപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10-12 വർഷക്കാലത്തോളമായി പ്രവർത്തിച്ചിട്ടുള്ള അവർ മുൻപോട്ട് വെച്ചിട്ടുള്ള മാതൃക, ആ മാതൃക കോഴിക്കോട് കോർപ്പറേഷനകത്ത് നടത്തി കാണിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് വോട്ടിനെ. കേന്ദ്ര സർക്കാരിന്റെ പൈസ എല്ലായിടത്തും വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പൈസ കൊണ്ട് ആ നിലയ്ക്കുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള വേറെ കോർപ്പറേഷൻ ഉദാഹരണങ്ങൾ നിങ്ങൾ വെക്കുമോ? ഇവിടെയും പുറത്തുള്ള നമുക്ക് ഈ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ ഏതൊരു കോർപ്പറേഷൻ എടുത്തു നോക്കുമ്പോഴും അത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമാണ് വികസന രേഖയിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കി കാണുമ്പോൾ